അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നേരായ മാർഗം കാണിച്ചു തരാൻ, അഥവാ അല്ലാഹുവിലേക്കും പരലോക വിജയത്തിലേക്കും ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ നന്മയിലേക്കും നമ്മളെ നയിക്കുന്ന അല്ലാഹുവിന്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഖുർആനിനെ എത്രത്തോളം നാം മുറുകെ പിടിക്കുന്നുവോ അത്രത്തോളം ഖൈറും ബറക്കത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് കേവല പാരായണമാണെങ്കിലും അതെ. ഒരു ദിവസത്തിൽ നാം ഖുർആൻ എത്ര പാരായണം ചെയ്യുന്നുവോ അത്രത്തോളം ബറക്കത്ത് ആ ദിവസത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഓരോ ദിവസവും ഖുർആനിന്റെ ഇത്ര ഭാഗം എന്നുള്ള നിലക്ക് ശീലിച്ചു തുടങ്ങണം. ശീലമില്ലാത്തവർ ഒരു പേജ്, അല്ലെങ്കിൽ കുറച്ച് ഓതുന്നവർ അര ജുസ്, ഒരു ഹിസ്ബ്, അല്ലെങ്കിൽ പിന്നെ ഒരു ജുസ്, അങ്ങനെ കാലം കഴിയും തോറും നിങ്ങൾക്ക് എളുപ്പമായി ഒരു ദിവസത്തിൽ 5 ജുസോളം ഓതി തീർക്കുന്ന ആളുകളുണ്ട്. അതുപോലെ ആക്കാൻ പറ്റും. അതിനേക്കാൾ ഉന്നതമാണ് ഖുർആനിന്റെ ആശയത്തെ ഉൾക്കൊണ്ട് മനസ്സിലാക്കി പാരായണം ചെയ്യുക എന്നുള്ളത്. അതാണ് ഖുർആനിന്റെ നുസൂലിന്റെ ലക്ഷ്യം. ഖുർആൻ ഇറങ്ങിയതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കലും അതുകൊണ്ട് അമല് ചെയ്യലുമാണ്. ഇവിടെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് അൽ ഫവായിദ് എന്നുള്ളത്. അതിന്റെ തുടക്കത്തിൽ ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ നിന്ന് നമുക്ക് നാളെ പരലോകത്തേക്ക് കുറിച്ചുള്ള വിശ്വാസം ശക്തിപ്പെടുത്തുന്ന സൂറത്തുൽ ഖാഫ്, വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖാഫ്, ആ സൂറത്തിൽ നിന്ന് നമുക്ക് പരലോകത്തിലേക്ക് ഉപകാരപ്പെടുന്ന വിശ്വാസം ശക്തിപ്പെടുത്തുന്ന ചില കാര്യങ്ങളെ വളരെ മനോഹരമായി അതിന്റെ ആദ്യത്തിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ആ ഭാഗങ്ങളാണ് നമ്മൾ നോക്കുന്നത്. സൂറത്തുൽ ഖാഫിനെ സംബന്ധിച്ച് ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ചില സഹാബിമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് സൂറത്തുൽ ഖാഫ് പാരായണം ചെയ്ത് കേട്ട് മാത്രം സൂറത്തുൽ ഖാഫ് ഹിഫ്ളാക്കിയവരുണ്ട്. അത്രയധികം റസൂലുള്ളാഹി ഉത്ബോധിപ്പിക്കാറുള്ള ഒരു സൂറത്തായിരുന്നു സൂറത്തുൽ ഖാഫ് എന്നുള്ളത്. ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിൽ കാണാം. ഇവിടെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തുടങ്ങുന്നത് തന്നെ, നിങ്ങൾക്ക് ഖുർആൻ കൊണ്ട് എന്തെങ്കിലും നേട്ടം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും നിങ്ങളുടെ കൽബിനെ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞ് കാണാൻ സാധിക്കും, നിനക്ക് കൽബുണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നീ ഖുർആൻ പാരായണം കേൾക്കുന്ന സമയത്ത്, നീ ഒറ്റയ്ക്കാകുന്ന സമയത്ത്, നീ ദിക്റിന്റെ മജ്ലിസുള്ള സമയത്ത് നീ നിന്റെ കൽബിലേക്ക് ശ്രദ്ധിക്കുക. ഈ സമയത്തൊന്നും നിനക്ക് നിന്റെ കൽബിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിനോടൊരു കൽബിനെ ചോദിച്ചു കൊള്ളുക. കാരണം ലാ കൽബലക്, നിനക്ക് ഒരു കൽബില്ല തന്നെ. അപ്പൊ ഖുർആൻ അത് മനസ്സിലാകണമെങ്കിൽ, അതിന് നഫ്ഉ കിട്ടണമെങ്കിൽ അത് കേൾക്കുമ്പോഴും പാരായണം ചെയ്യുമ്പോഴും കൽബ് ശ്രദ്ധയോടുകൂടി ഒരുമിക്കണം. അതുപോലെ തന്നെ കേൾവി, കൽബിന്റെ ഹുദൂർ, ഇതെല്ലാം ഉണ്ടായിരിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മോട് സംസാരിക്കുന്നത്. അല്ലാഹ് 7 ആകാശത്തിന് മുകളിൽ അർശിന് മേൽ ഇസ്തിവാ ചെയ്തിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മോട് സംസാരിക്കുന്നത്. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് തുടങ്ങുന്നത് തന്നെ സൂറത്തുൽ ഖാഫിലെ 37-ാമത്തെ ആയത്ത് കൊടുത്തിട്ടാണ്. ഇന്ന ഫീ ദാലിക ലദിക്റാ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖ അസ്സമഅ വഹുവ ഷഹീദ്. ഇന്ന ഫീ ദാലിക, തീർച്ചയായിട്ടും ഈ കാര്യങ്ങളിൽ, അഥവാ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ, ലദിക്റാ ലിമൻ കാന ലഹു ഖൽബുൻ, ഒരു ദിക്റുണ്ട് ആർക്ക്? കൽബുള്ളവന്. ഔ അൽഖ അസ്സമഅ, അതുപോലെ തന്നെ ശ്രദ്ധിച്ച് കേൾക്കുന്ന, വഹുവ ഷഹീദ്, അതിനൊരു സാക്ഷിയായിട്ട്. അതായത് ഈ പറയുന്ന അദ്ദേഹം പറയാണ്, ഈ ആയത്തെടുത്തിട്ട്, ഈ സൂറത്തുൽ ഖാഫിലെ ഈ ആയത്തെടുത്തിട്ട് പറയാണ്, ഇതിൽ ഒന്നാമത് ഇന്ന ഫീ ദാലിക ലദിക്റ, ഈ കാര്യങ്ങളിൽ ഒരു ദിക്റുണ്ട്. ഇശാറത്തുൻ ഇലാ മാ തഖദ്ദമ മിൻ അവ്വലി സൂറത്തി ഇലാ ഹാഹുന, സൂറത്തുൽ ഖാഫിന്റെ 1-ാമത്തെ ആയത്ത് മുതൽ ഈ 37-ാമത്തെ ആയത്ത് വരെ പറഞ്ഞ കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത് അതിലൊരു ദിക്റുണ്ട്. ദിക്ർ എന്ന് പറഞ്ഞാൽ ഒരു ഉത്ബോധനം. ലിമൻ കാന ലഹു ഖൽബുൻ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു കൽബുള്ളവന്. ഫഹാദാ ഹുവൽ മഹല്ലുൽ ഖാബിൽ, അത് സ്വീകരിക്കുന്നത് എവിടെയാണ് എന്നുള്ളതാണ്. അഥവാ സൂറത്തുൽ ഖാഫിന്റെ ആദ്യത്തെ ആയത്തുകൾ സ്വീകരിക്കപ്പെടേണ്ട സ്ഥാനം എന്താണ്? കൽബാണ്. കൽബ് സാധാരണ കൽബല്ല, അൽ ഖൽബുൽ ഹയ്യ്, ജീവനുള്ള കൽബ്. കൽബിനെ 3ആയി തിരിക്കും: കൽബുൽ ഹയ്യ്, കൽബുൽ മയ്യിത്ത്, കൽബുൽ മറവ്. ഒന്ന് മുഅ്മിനിന്റെ, രണ്ട് മയ്യിത്തായത് കാഫിറിന്റെ, രോഗം ബാധിച്ചത് മുനാഫിഖിന്റെ.
അപ്പോ ഹയ്യായ ജീവനുള്ള ഒരു ഖൽബുണ്ടാവണം. ഔ അൽഖ സമഅ ഐ വജ്ജഹ സമഅഹു വഅസ്ഗ ഹാസഹു സമഇഹി ഇലാ മാ യുഖാൽ ലഹു. അഥവാ ഒരുത്തന്റെ കേൾവി അത് വളരെയധികം അവന്റെ ഹിസ്, അവന്റെ ഇന്ദ്രിയങ്ങൾ അത് എന്താണോ കേൾക്കുന്നത് അതിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടുമായിരിക്കണം. വഹാദാ ശർതു തഅസ്സുർ ബിൽ കലാം. ഈ പറയുന്ന കാര്യങ്ങളുടെ തഅ്സീർ നമുക്ക് ഉണ്ടാവണമെങ്കിൽ അതിനുള്ള ഷർത്താണ് മൂന്നാമത് പറഞ്ഞത്. അഥവാ ഖൽബിന് ഹയ്യുണ്ട്, പിന്നെ ഇത് ദിക്റുമുണ്ട്, പക്ഷെ അത് നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ അതായത് എല്ലാ ഹിസ്സും ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാവിധ ശ്രദ്ധയോടും കൂടി അതിനെക്കുറിച്ച് കേൾക്കണം. അപ്പൊ ഖുർആൻ നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ ഈ കാര്യം നമുക്ക് ആവശ്യമാണ്. വഹുവ ഷഹീദ് ഐ ഷാഹിദുൽ ഖൽബി ഹാദിറുൻ ഗൈറു ഗായിബിൻ. അഥവാ ഷഹീദായി സാക്ഷിയായിക്കൊണ്ട് അഥവാ ഉറച്ചു നിൽക്കുന്നതെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു ഖൽബും ഉണ്ടായിരിക്കണം.